കേരളത്തിൽ ഇപ്പോൾ അതിദാരിദ്ര്യമില്ല. അപ്പൊ ദാരിദ്ര്യം അകറ്റാൻ ഒരു സംസ്ഥാന ഗവൺമെന്റിന് കഴിയുമെന്ന് ഇവിടെ തെളിയിച്ചില്ലേ? UDF ആണെങ്കിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എത്ര സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, ഇപ്പോഴും തുടരുന്നുണ്ട്. എവിടെയെങ്കിലും ദാരിദ്ര്യം ഒഴിവാക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ 4 വർഷങ്ങളായി കേരളത്തിൽ അതിദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി. എന്താ അതിദാരിദ്ര്യം? ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല, റേഷൻ കാർഡില്ല, താമസിക്കാൻ വീടില്ല, രോഗം കാരണം ചികിത്സിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ അങ്ങേയറ്റത്തെ പ്രയാസം നേരിടേണ്ടി വന്ന ഒരു വിഭാഗമാണ്, കിടപ്പാടമില്ലാതിരുന്ന ഒരു വിഭാഗമാണ് അതിദരിദ്രർ. കഴിഞ്ഞ 4 വർഷക്കാലത്തെ ശ്രമത്തിന്റെ ഫലമായി ഈ ഓരോ ഘടകവും പരിശോധിച്ച് പരിഹാരമുണ്ടാക്കി. കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു, കേരളം അതിദാരിദ്ര്യം ഇല്ല, അതിദാരിദ്ര്യമുക്തമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ദാരിദ്ര്യം അകറ്റിയ ഏക രാജ്യം ലോകത്ത് ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യം അകറ്റിയ ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ഇപ്പോഴും ദാരിദ്ര്യം അവസാനിച്ചു എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിട്ടില്ല, ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ദാരിദ്ര്യത്തിനും പരിഹാരമുണ്ടാക്കണം. കേവല ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. അതിനെങ്ങനെ പരിഹാരമുണ്ടാക്കാൻ കഴിയും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾ മുമ്പിൽ വെക്കുന്ന പരിപാടി, ഈ കഴിഞ്ഞ ബജറ്റിലൂടെയും പ്രഖ്യാപിച്ച പരിപാടി, കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റണം. എന്തതിന്റെ അടിസ്ഥാനം? ഇവിടെ തൊഴിൽ മേഖല സുരക്ഷിതമാക്കാൻ കഴിയത്തക്ക നിലയിലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ, ഉന്നത വിദ്യാഭ്യാസ പദ്ധതികൾ, സാങ്കേതിക വിദ്യാഭ്യാസ പദ്ധതികൾ, ഇതെല്ലാം നടപ്പിലാക്കുകയാണ്. ഒരു പ്രദേശത്ത് എന്ത് തൊഴിലാണോ വേണ്ടത്, ആ തൊഴിൽ ചെയ്യാൻ ആളില്ലെങ്കിൽ, പരിശീലനം നേടിയ തൊഴിലാളികളില്ലെങ്കിൽ, അത്തരം തൊഴിൽ നിർവഹിക്കുന്നതിന് പരിശീലനം നൽകുക. വീട്ടിനകത്ത് ജോലി ചെയ്യാം, വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യുക. വീട്ടിന്റെ പരിസരത്ത് പ്രത്യേക തൊഴിൽ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ജോലി ചെയ്യിപ്പിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. തൊഴിൽ മേഖലയ്ക്ക് ഏത് വിഭാഗമാണോ ആവശ്യം, ഏത് തൊഴിലാണോ തൊഴിലാളികൾക്കറിയാത്തത്, അത്തരം തൊഴിലുകൾക്ക് പരിശീലനം നൽകി തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം കേരളത്തിൽ ആരംഭിച്ചു. ഒരു വീട്ടിൽ തൊഴിൽ ലഭ്യമാവുക, അതുവഴി വരുമാനമുണ്ടാവുക എന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ശേഷിക്കുന്ന ദാരിദ്ര്യവും ഒഴിവാക്കാൻ കഴിയും. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇവിടെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.